വിഷ്ണു, ഇതിപ്പോൾ ഈ കലോത്സവത്തിനുൾപ്പെടെയുള്ള ഫണ്ട് നൽകില്ല അല്ലെങ്കിൽ അത് അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു VC. അതിനെ തുടർന്നാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ യൂണിയൻ റദ്ദാക്കാനും മറ്റ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമൊക്കെ അല്ലെങ്കിൽ ഉത്തരവൊക്കെ VCയുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോടതി ഇപ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന സ്ഥിതിക്ക് ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ഫണ്ടൊക്കെ കൊടുക്കേണ്ടി വരില്ലേ? അമൃത, ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നാൽ മാത്രമാണ് ഏത് നിലപാടാണ് കോടതി വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുക. പ്രാഥമികമായി നമുക്ക് മനസ്സിലാവുന്നത് 2 പരിപാടികൾക്ക് വേണ്ടിയുള്ള ഫണ്ട് അനുവദിക്കണം എന്നുള്ളതാണ്. അതായത് സർവകലാശാല ഫണ്ട് ഉപയോഗിച്ച 2 പരിപാടികൾ നടത്താം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതിൽ കലോത്സവം അടക്കമുള്ള കാര്യങ്ങൾ ഉൾപ്പെടുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വിശദമായ ഉത്തരവ് പുറത്തിറങ്ങേണ്ടതുണ്ട്. VCയെ സംബന്ധിച്ച് VC ഒരു അസാധാരണമായ നടപടിയാണ് സ്വീകരിച്ചത്. സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റികളിൽ യൂണിയന്റെ കാലാവധി കഴിഞ്ഞ ശേഷമാണ് ജനറൽ കൗൺസിൽ രൂപീകരിക്കുകയും അടുത്ത തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള നടപടിയിലേക്കൊക്കെ പോകുക. ഇവിടെ അങ്ങനെയല്ല. VC പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ യൂണിയൻ അസാധുവാക്കുന്നു. 28-ാം തീയതി വരെ ഒരു കാലാവധി ഉണ്ടായിരുന്നു. അത് പരിഗണിക്കാതെ തന്നെ അസാധുവാക്കി അടുത്ത നടപടിയിലേക്ക് പോയി. ഇതാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തത്. അതിനിപ്പോൾ അവർക്ക് അനുകൂലമായ വിധി ഉണ്ടായിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ വിധിപ്പകർപ്പ് ലഭ്യമായ ശേഷമായിരിക്കും പുറത്തു വരിക. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾക്കും അടക്കമുള്ള സാധ്യതയും നമ്മൾ കാണുന്നുണ്ട്. അമൃത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.